എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനിയൻ തന്റെ കൂട്ടുകാരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കൂട്ടുകാരോട് പറഞ്ഞു, എന്നാലും നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നിട്ടല്ലേ ആ അനാമിക എന്ന് പറയുന്ന അവൾ എന്റെ തലയിലേക്ക് കെട്ടിവെച്ചേ. അന്നേ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞല്ലേ, എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് മുടക്കാൻ പറ്റുമെങ്കിൽ മുടക്കടാന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഫ്രണ്ട്സ് പറഞ്ഞു, എടാ ഇങ്ങനൊന്നും നീ പറയരുത്, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തല്ലേ അതിന് വേണ്ടിയിട്ട്. ഞങ്ങളെ കൊണ്ടാവും പോലെ എല്ലാം ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാനാ, നിന്റെ നായനടുത്തിയുടെ നവിയടുത്തിയുടെ കാര്യം ഓർത്തിട്ടാ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വന്നേ. അവരുടെ ജീവിതം നശിച്ചു പോകില്ലെന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാതെ പറ്റില്ലെന്ന് പറയണം. എങ്കിലും ഇപ്പൊ കണ്ടില്ലേ ഞാൻ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നേ. ഓരോ നിമിഷം ഞാൻ മരണത്തോട് അടുത്തോണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയാവോ, എന്റെ ഭാര്യ, അവൾ എന്നെ ഒരിക്കലും ഒരു ഭർത്താവായിട്ട് കണ്ടിട്ടില്ലടാ. നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ എത്രമാത്രം വേദന അവളെന്ന് അനുഭവിക്കുന്നുള്ള കാര്യം. ഇത് കേട്ടത് അമ്മമാര് പറഞ്ഞു, എടാ അങ്ങനെ നീ പറയല്ല, പിന്നെ എങ്ങനെ പറയണമെന്നാ. അറിയാലോ, ഞാനും നന്ദുവും തമ്മിലുള്ള വിവാഹം അത് നടക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അവളെ ഇഷ്ടമാണ്, പക്ഷെ ആരും കേട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. എടാ നന്ദുവായിട്ട് ഒന്നിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചല്ലേ. നന്ദുവിനോട് നിന്റെ ഇഷ്ടം തുറന്നു പറയുകയും ചെയ്താ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവളുടെ ഭാഗത്തു നിന്നും കൂടി ചിന്തിക്കണം. അവൾ അവളുടെ ചേച്ചിമാരുടെ ജീവിതം സേഫ് ആക്കാനായിട്ട് ശ്രമിച്ചേ. നിന്നെ അവൾക്ക് ഇഷ്ടമായിരുന്നതാന്ന് പറയാ. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത്രയൊക്കെ ആയിപ്പോയില്ലേ, എന്റെ വിധി അത് അനുഭവിക്കുക തന്നെ. അല്ല, പോകുന്നിടത്തോളം വരെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. ഒടുക്കം വന്നു കഴിയുമ്പോഴത്തേനും ഒരു നിവൃത്തിയില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാനത് ചെയ്യുക തന്നെ ചെയ്യും എന്നും പറഞ്ഞിട്ട് അനി അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ഫ്രണ്ട്സിന് ആകെപ്പാടെ വിഷമമായി പോയി. ദൈവമേ, ഇവൻ എന്തെങ്കിലും കടുകൈ ചെയ്താൽ പിന്നെ തങ്ങൾക്ക് സ്വസ്ഥത സമാധാനം ഉണ്ടാകത്തില്ല. പാവ അനി, അവനൊരു ആപത്തും വരില്ല. പിന്നീട് നന്ദുവിനെ വിളിക്കുകയാണ് അവര്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും നന്ദു അങ്ങോട്ടേക്ക് വരുവാണ് കൂട്ടുകാരുടെ അടുത്തേക്ക്. എന്താടാ, എന്താ വിളിച്ചെന്ന് ചോദിക്കുക. അത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയണ. പ്രധാനപ്പെട്ട കാര്യമോ? അതെ, അനിയുടെ കാര്യത്തെക്കുറിച്ച് പറയാൻ വിളിച്ച. അവനിതെന്തു പറ്റി? ദേ, അവന്റെ ജീവിതം ആകെപ്പാടെ ദുരിതത്തിലാ. ഇതുവരെ ആയിട്ട് അവന്റെ ഭാര്യനെ അംഗീകരിക്കാനായിട്ട് പറ്റിയില്ല. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവന്റെ ഭാര്യയല്ലേ അനാമിക. അല്ലെങ്കിൽ തന്നെ അവന് ഞാനും അങ്ങനെ കണ്ടെന്നറിഞ്ഞാ പിന്നെ ഭൂകമ്പം ഉണ്ടാക്കുന്നവളാ അവള്. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. എടി അങ്ങനൊന്നും പറയരുത് നീ. അറിയാലോ അവന്റെ ഇപ്പോഴത്തെ വിഷമം, അത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാനായിട്ട് പറ്റില്ലെന്ന് പറയാം. അതിനിപ്പോ എന്താ, കാരണം കല്യാണം കഴിഞ്ഞ് കഴിയുമ്പത്തേനും ആദ്യം കുറെ കാലം ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ലല്ലോ. അതൊക്കെ മാറിക്കോളും. നിങ്ങൾ അതിൻ്റെ അകത്ത് ഇടപെടാൻ പോണ്ടെന്ന് പറയണ. ഇടപെടാതിരുന്നാൽ ശരിയാകത്തില്ല നന്ദു, നിനക്കറിയത്തില്ലാത്തോണ്ടാ. അവനിപ്പം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആത്മഹത്യയുടെ വക്കീലാന്ന് പറയണേ. ആത്മഹത്യയുടെ വക്കീല? അതെ. അവൻ അവസാനം ആ കാര്യങ്ങളെല്ലാം ഞങ്ങളോട് തുറന്നു പറഞ്ഞു. ഇനി അവൻ ജീവിക്കാൻ പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ കടുകை ചെയ്യുമെന്ന്. അവന് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണേ. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായെങ്കിലും അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടില്ലാന്ന്. അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അത്ഭുത അനാമിക തോന്നിയത്. അത്ഭുത അനാമിക എന്നല്ല, നന്ദു തോന്നിയെന്ന് പറയാ. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. നിനക്ക് ചിലപ്പോ അവനെ രക്ഷിക്കാൻ പറ്റുമെന്ന് പറയാണ്. എനിക്കോ? എനിക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും? നീക്ക് എന്തൊക്കെയാടാ പറയണേന്ന് ചോദിക്കാം. അതെ, നീ അവനെ ഒന്ന് വിളിച്ച് സംസാരിക്കുക. അവന്റെ അടുത്തേക്ക് ഒന്ന് ചെല്ല്. ഒരു പക്ഷെ ഇപ്പോഴും അവന്റെ മനസ്സിൽ നീ ഉണ്ടെന്നാ ഞങ്ങൾക്ക് തോന്നുന്നേ. അതുകൊണ്ടാണ്. നീ ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുണ്ടെങ്കിൽ അതല്ല നന്ദു. ഒരു ജീവിതം പോയി കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. മരിക്കാതിരിക്കാനായിട്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുക. നന്ദു പറഞ്ഞു, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഇത്രയും നാളും ഞാൻ അവന്റെ കൺമുന്നിൽ പോലും പെടാതെ നടക്കുമായിരുന്നു. കാരണം മറ്റൊന്നുമില്ല, ഇനിയിപ്പോ അതിന്റെ പേരിൽ അവന്റെ ജീവിതം തകരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ എന്റെ മനസ്സിൽ വിഷമമില്ല വേദനയില്ലെന്നാണോ നിങ്ങളൊക്കെ കരുതുന്നതെന്ന് ചോദിക്കാം. എനിക്കറിയാം നന്ദു എന്ന് ഒരു ഫ്രണ്ട് പറയാണ്. നിന്റെ മനസ്സ് അന്നും ഒന്നും മനസ്സിലാക്കിയതാ ഞങ്ങള്. അതുകൊണ്ടല്ലേ ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് അവനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേ. പക്ഷെ അന്നും സമ്മതിക്കായിരുന്ന ആള് നീയല്ലേ. ഒരു പക്ഷെ നീയും അനിയും തമ്മിലുള്ള വിവാഹം നടക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ നല്ല സന്തോഷത്തോടെ നിങ്ങൾ ജീവിച്ചേനം. എനിക്ക് വിഷമത്തിന്റെ ആവശ്യം വരത്തില്ലായിരുന്നു. അവസാനം അവിടുന്ന് നന്ദു അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നന്ദുന് ആപ്പാ ടെൻഷനായി പോയി. ഈ സമയം അനി ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്. വലിയൊരു കുളമാണ്. കുളത്തിന്റെ സൈഡിൽ പോയി ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തിനു ജീവിച്ചിരിക്കണം? ആഗ്രഹിച്ചൊരു വിവാഹം കിട്ടിയില്ല. അനാമിക തനിക്ക് ഒരിക്കലും നല്ല ജീവിതം തരുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പം ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല. എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ അപഹാസ്യനായിട്ട് ജീവിക്കാണ്ട് താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം ഇങ്ങനെ അനി ആലോചിച്ച് നിന്നിട്ട് ആ കുളത്തിലേക്ക് എടുത്തു ചാടുവാണ്.
പെട്ടെന്ന് തന്നെ നന്ദു കണ്ണു തുറക്കാണ്. കാരണം വഴി നിന്നിട്ട് നന്ദുവിന്റെ മനസ്സിലേക്ക് ആ രംഗങ്ങളൊക്കെ പെട്ടെന്ന് വന്ന ഒരു പക്ഷേങ്കില് ഇനി നിവൃത്തിയില്ലാതെ വന്ന അവൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്ത് എന്ത് ചെയ്യും? നന്ദുവിന് ആകെപ്പാടെ സമനില ഇട്ടുന്ന പോലെ തോന്നി. എത്രയും പെട്ടെന്ന് അവനെ കാണണം, അവനെ കണ്ട് സംസാരിക്കണം. പിന്നീട് നന്ദു അനിയെ വിളിക്കുകയാണ്. അനിയെ വിളിച്ചിട്ട് നീ എവിടെയാടാന്ന് ചോദിക്കണം. ആകെപ്പാടെ ഒരു വെപ്രാളമായിരുന്നു. ഒരു ദിവാസ്വപ്നം കൊണ്ടാണ് നന്ദു കണ്ടിരിക്കുന്നത്. അത് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണമെന്ന് പറയണം. എവിടെ വരണം? പിന്നീട് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന്റെ അരിയിലേക്ക് അനി വരുവാണ്. എന്താ നന്ദു, നീ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കുക. ഇത് കേട്ട നന്ദു ഒന്നും മിണ്ടിയില്ല. അനിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുക. നീ എന്താ നോക്കി നിൽക്കുന്നേ? കാര്യം എന്താന്ന് പറ. അല്ല, നിനക്ക് എന്താ അനി പറ്റിയെന്ന് ചോദിക്കുക. എനിക്കോ? അല്ല, നീയും അനാമയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറയുന്ന കേട്ടു. അതാണോ? അതിനിപ്പോ ഒരിക്കലും നേരെയാൻ പോകാത്ത പ്രശ്നമാന്ന് പറയാണ്. അനി, നിനക്കറിയാലോ, നിന്റെ കല്യാണം കഴിഞ്ഞ അനാമയും നിന്റെ ഭാര്യയാണ്. ഇനി പഴയതുപോലെയല്ല. നീ അവളെ സ്നേഹിക്കണം. അവളെ സ്നേഹിച്ച് അവളെ ഭാര്യയായിട്ട് കണ്ട് നീ കൂടെ കൊണ്ടു നടക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പം അനി പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് നന്ദു നീ പറഞ്ഞു തീർത്തു. പക്ഷെ എന്റെ മാനസികാവസ്ഥയോ, അവൾ ഒരിക്കലും എന്റെ ഭാര്യയായിട്ടില്ല. ഇന്ന് വരെ, ഈ നിമിഷം വരെ ഭാര്യയായിട്ടില്ല. ഞാൻ അവളുടെ ഭർത്താവും ആയിട്ടില്ല. അവൾക്ക് ഈ കല്യാണം എന്ന് പറഞ്ഞാൽ വെറും ഒരു കുട്ടിക്കളി മാത്രമായിട്ട് എനിക്ക് തോന്നേ. അവൾ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ട് പോലുമില്ല. അവൾ എന്റെ സ്വത്തിനും പണത്തിനും മാത്രമാ നന്ദു സ്നേഹിക്കണേന്ന് പറയാം. അനി, എന്നാലും ഇല്ല. നിനക്കറിയാലോ, ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല നന്ദു. ഒരു പക്ഷേങ്കിൽ ഇങ്ങനെ അധികം മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കും തോന്നില്ല. അങ്ങനെ പോയാൽ മിക്കവാറും ഞാൻ ഇനിയിപ്പം ജീവിതം തന്നെ അവസാനിപ്പിക്കും. അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. പോകുന്നിടത്തോളം പോട്ടെ നിർത്തണ്ട. ഞാനിങ്ങനെ മുന്നോട്ട് ഓരോ ദിവസവും തള്ളിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം പോവും, എവിടെ ചെന്ന് ഇടിക്കുമെന്ന് പോലും എനിക്കറിയില്ല. അവസാനം ഞാൻ ആ തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു നിവൃത്തിയില്ലാതെ വന്നാൽ ഞാനത് ചെയ്യുമെന്ന് പറയണം. പെട്ടെന്ന് നന്ദു പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും പറയരുത് അനി. എനിക്കിത് കേൾക്കുമ്പോൾ പിന്നെ സങ്കടമാവും. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നിൽക്കും. ഒരു കാര്യം ചെയ്യ, നിനക്ക് എപ്പം എന്നെ വിളിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചോ, സംസാരിച്ചോ എന്നൊക്കെ നന്ദു പറയാണ്. അതെ, അങ്ങനെയാണ്, കുഴപ്പമില്ല. മുമ്പ് നിന്നോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇത്ര വിഷമങ്ങളും വേദനകളും ഒന്നും ഇല്ലായിരുന്നു. അന്നൊന്നും എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നിന്നെ കാണുമ്പോൾ, അല്ലെ നിന്റെ അടുത്ത് കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് അനാമയുടെ അടുത്തൊന്നും എനിക്ക് കിട്ടുന്നില്ല. നിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ എനിക്കൊരു മനസ്സിൻ്റെ ഒരു ശാന്തത, സമാധാനമൊക്കെ കൈവരുന്നുണ്ട്. പക്ഷെ അനാമയുടെ അടുത്ത് ചെല്ലുമ്പോൾ അങ്ങനെയല്ല. അവളാണെങ്കിൽ എപ്പോഴും എന്ത് പറഞ്ഞാലും അവസാനം ചെന്ന് നിൽക്കുന്ന നിന്റെ പേരിലായിരിക്കും. നീയും ഞാൻ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ചായിരിക്കും അവൾക്ക് പറയാനുള്ളത്. അത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. ബെഡ്റൂമിലാണെങ്കിൽ ശരി, പുറത്താണെങ്കിൽ ശരി, എപ്പോഴും അവൾക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. എത്രയെന്ന് വെച്ചാൽ ഞാൻ കേട്ടിങ്ങനെ ഇരിക്കുന്നത്. ഒന്നും അല്ലേലും ഞാനൊരു ആണല്ലേന്ന് ചോദിക്കുകയാണ്. പോട്ടെ, ഇനി അതിനെക്കുറിച്ചൊന്നും അനി നീ ചിന്തിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് എപ്പോഴും എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ ആ നിമിഷം വിളിച്ചാൽ മതി. ഏത് പാതിരാത്രി വേണേലും ഞാൻ വന്നോളാം. പക്ഷെ ഒരു കാരണവശാലും വേറൊന്നും നിന്റെ മനസ്സിൽ തോന്നുക പോലും ചെയ്യരുതെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ അനി പറഞ്ഞു, അങ്ങനെയുണ്ടാ കുഴപ്പമില്ല. കാരണം എനിക്ക് മനസ്സിന് വേദന വന്നു കഴിയുമ്പോൾ പറയാനായിട്ട് നീ ഉണ്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് പിന്നെ ഒരു ബുദ്ധിമുട്ടും എൻ്റെ മനസ്സിലേക്ക് വരത്തില്ല എന്നൊക്കെ പറയണനി. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് പിരിയുവാണ്. പിന്നെ നന്ദു നേരെ ചില ജോത്സനെ കാണാനാണ്. ആ ജോത്സനെയാണ് മുമ്പേ കനക പോയി കണ്ടിരുന്നത്. അങ്ങനെ ചെന്നപ്പോൾ ജോത്സൻ ഇങ്ങനെ പ്രശ്നമൊക്കെ വെച്ച് നോക്കിയിട്ട്, അല്ല എന്ത് പറ്റി ഇങ്ങോട്ട്? കാരണം ഈ കാര്യത്തിലൊന്നും മോൾക്ക് വിശ്വാസം ഇല്ലാത്തായിരുന്നല്ലോ എന്ന് പറയാം. അല്ല, അത് പിന്നെ ഞാന് മോളുടെ അമ്മ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് മോളെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ വിഷമം മോളായിരുന്നു. മോളുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് ചോദിക്കാനായിട്ടായിരുന്നു വന്നേ. അന്ന് ഞാൻ അവർക്ക് അതിന് മറുപടിയും കൊടുത്താ. മോളൊരു ചെക്കനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെന്ന്, അവനുമായിട്ടുള്ള കല്യാണം നടക്കുമെന്നൊക്കെ. അതിന് തിരുമേനി അവന്റെ വിവാഹം കഴിഞ്ഞാന്ന് പറയും. അതൊക്കെ എനിക്കറിയാം, വിവാഹം കഴിഞ്ഞാന്നറിയാം. പക്ഷെങ്കിൽ അയാള് മോളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ നമ്മളെ വിവാഹം നടക്കും, സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദുവിന് ആകെപ്പാടെ കൺഫ്യൂഷൻ. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നന്ദു പറഞ്ഞു, തിരുമേനി അതൊന്നും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതൊന്നും ഒരിക്കലും നടക്കാനും പോകുന്നില്ല. പിന്നെന്താ? അങ്ങനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ലെന്ന് പറയാം. എനിക്കറിയാം മോള് വിശ്വസിക്കില്ലെന്ന്. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്നുകൂടെ ഒന്ന് പ്രശ്നം വെച്ച് നോക്കാം. കവടി എന്തായാലും കള്ളം പറയില്ല. ഒന്നുകൂടെ പ്രശ്നം വെച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ പ്രശ്നം വെക്കുവാണ്. അങ്ങനെ പ്രശ്നം വെച്ച് നോക്കി കഴിഞ്ഞിട്ട് പുള്ളിക്കാരനും ചിരിക്കുവാണ്. മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. പ്രശ്നത്തിൽ വീണ്ടും അത് തന്നെ തെളിഞ്ഞിരിക്കുന്നേ. മോള് ആ പയ്യനെ ആയിട്ട് ജീവിക്കത്തുള്ളൂ. മോളുടെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ മോളുടെ കഴുത്തിൽ ആദ്യം താലി ആർത്താൻ ആ പയ്യൻ തന്നെയായിരിക്കും. അവൻ വരും, മോളെ കല്യാണം കഴിക്കും. അതിന് അധികം നാളില്ല, ചുരുക്കം നാളുകൾ മാത്രമേ ഉള്ളെന്ന് പറയാണ്. മോളിനി എതിരെ പോയാലും ദൈവവിധി എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിനെ മറികടക്കാനായിട്ട് നമുക്ക് ആർക്ക് സാധിക്കില്ലെന്ന് പറയാം.
തിരുമേനി ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കാം. ഒരു പ്രതിവിധിയും കാണുന്നില്ല. ദൈവവിധിയല്ലേ, അത് നടക്കുക തന്നെ ചെയ്യും. അതെ, ഇതൊക്കെ കേട്ട് കഴിയുമ്പത്തിന് മോളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും മോളുടെ മനസ്സിലും ഇപ്പോഴും അയാൾ ഇങ്ങനെ സൂര്യനെ പോലെ ജ്വലിച്ച് നിൽക്കുക എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാ. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പുറമേ നന്ദു ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞാലും നന്ദുവിന്റെ മനസ്സിൽ ഇപ്പോഴും അനിയുണ്ടെന്നുള്ള സത്യം നന്ദുവിന് നന്നായിട്ടറിയാം. ആ സമയം തിരുമേനി പറഞ്ഞു അയാളുടെ മനസ്സിലും ഇപ്പോഴും ദേ കുട്ടി തന്നെയാന്ന് പറയാണ്. നന്ദുവിനും അത് അറിയാവുന്ന കാര്യമാണ്. അനിയുടെ ഓരോ പ്രകടനങ്ങളും അല്ലെങ്കിൽ ഓരോ സംസാര രീതിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അറിയാം തന്നോട് അവൻ ഇപ്പോഴും ഇഷ്ടമാണെന്നുള്ള കാര്യം. പക്ഷെ എങ്കിൽ അവനത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ കൺഫ്യൂഷനോട് കൂടിയിട്ടാണ് നന്ദു അവിടെ എഴുന്നേറ്റ് പോകുന്നത്. ഈ സമയം ആദർശം നയനയും കൂടെ ഹണിമൂൺ ട്രിപ്പിലായിരുന്നു. അപ്പൊ പുറത്തേക്കൊന്നും അധികം പോയില്ല. അപ്പൊ നയന പറഞ്ഞു ഇതെന്താ നമുക്ക് പുറത്ത് പോയാൽ നിൽക്കാം. ഓ പുറത്ത് പോണോ? വെറുതെ എന്തിനാ പുറത്ത് പോണേ? നിനക്ക് വയ്യാത്തല്ലേ നിൽക്കാം. പിന്നെ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല ആദർശേട്ടാ. ഇതേ ഞാൻ കരള് കൊടുത്തെന്നുള്ളൂ. കരള് സ്വീകരിച്ചാളും ഞാനൊന്നുമല്ല. അതുകൊണ്ട് 2-3 ആഴ്ച കഴിഞ്ഞപ്പത്തിന് ഞാൻ ഓക്കെ. ഇനിയിപ്പോ ആ പേരും പറഞ്ഞോണ്ട് ആദർശൻ എന്നെ ഇവിടെ പിടിച്ചിടാൻ നോക്കണ്ടെന്ന് പറയാ. ഇത് കേട്ടപ്പോ ആദർശം പറഞ്ഞു അതുകൊണ്ടല്ല, നിനക്ക് വയ്യാന്നറിയാവുന്നോണ്ടാ. അതെ അതെ, അതുകൊണ്ടൊന്നും അല്ലാന്ന് എനിക്കറിയാം. വയ്യാത്തോണ്ടും അല്ല. ആദർശൻ ഈ മുറിയിൽ ഇങ്ങനെ ഇരിക്കാനേ ഇഷ്ടം. എന്നെ കെട്ടിപ്പിടിച്ചിരിക്കാനല്ലേ ഇഷ്ടം. അതുകൊണ്ടല്ലേ പുറത്തേക്ക് പോകാത്തേന്ന് ചോദിക്കാം. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അതെ, എനിക്ക് നിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ള സന്തോഷം പുറത്തിറങ്ങി ഇങ്ങനെ ചുറ്റിക്കിടന്ന് നടന്ന് കണ്ടാലൊന്നും കിട്ടത്തില്ല. പുറത്ത് കുറെ കാഴ്ചകൾ കാണുമായിരിക്കും, പക്ഷെ എന്നെ അതൊന്നും ബാധിക്കുന്ന കാര്യമില്ല. എനിക്ക് നിന്റെ അടുത്ത് ഇങ്ങനെ സ്നേഹത്തോടെ ഇങ്ങനെ നിന്നെ തൊട്ടും തലോടി ഇരിക്കുന്ന എനിക്കിഷ്ടം എന്ന് പറയാം. ഇത് കേട്ടപ്പം നയന പറഞ്ഞു മനസ്സിലായി മനസ്സിലായി എന്ന് പറയാണ്. പിന്നീട് ആദർശ് പറഞ്ഞു അതെ, എത്രയും പെട്ടെന്ന് തന്നെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെയൊക്കെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. എന്താഗ്രഹം? അല്ല, മുത്തശ്ശനടിക്ക് എപ്പോഴും പറയായിരുന്നല്ലോ ഒരു കുഞ്ഞു വേണമെന്ന്, നമ്മുടെ ഒരു കുഞ്ഞിനെ അവർക്ക് കൊഞ്ചിക്കണം എന്നുള്ളത്. അത് എത്രയും പെട്ടെന്ന് ആഗ്രഹം സാധിക്കണമെന്ന് പറയാം. അതിനിപ്പം നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, ദൈവങ്ങളും കൂടെ വിചാരിക്കണ്ടേന്ന് ചോദിക്കാം. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു അത് ശരിയാ, ദൈവം കൂടെ വിചാരിക്കണം. അധികം വൈകാതെ തന്നെ നമുക്ക് ആ സൗഭാഗ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നേ എന്ന് ആദർശ് പറഞ്ഞപ്പോൾ നയന പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം, മുട്ടിപ്പാറ്റ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല എന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് നയന ആദർശിന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാരി കിടക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.